ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിംനാനിം. ഇന്ന് നമ്മൾ കിച്ചൺ റെസിപ്പിയിൽ വരുന്നത് വഴുതന വെച്ചിട്ടുള്ള ഈസി റെസിപ്പി ആയിട്ടുള്ള ഒരു കറിയും അതേപോലെ തന്നെ ഓട്സ് വെച്ചിട്ടൊരു പായസമാണ്. ഈ രണ്ട് സംഭവങ്ങളാണ് ഇന്ന് നമ്മളുടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ കാണാൻ നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് വെച്ചിട്ടുള്ള പായസമാണ്. അതിന് വേണ്ടിയിട്ട് ഓട്സ് എടുത്തിട്ടുണ്ടോ, അതേപോലെ തന്നെ ശർക്കരപ്പാനി, പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഓട്സിൻ്റെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗീയും വേണം. ഞാനിത് കുറച്ച് ഗീയിൽ ഫസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. കാരണം അത് പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ അത് മൂപ്പിച്ച് മാറ്റി വെക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പായസത്തിൻ്റെ ടോട്ടൽ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ ഭയങ്കര കെയർ ചെയ്തിട്ട് വേണം. ഞാനൊന്ന് ശ്രദ്ധ കിട്ടിയപ്പോഴേക്കും ഒന്ന് ചെറുങ്ങനെ കരിഞ്ഞു പോയി. പക്ഷേ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേഗം എടുത്തു. ഇനി അണ്ടിപ്പരിപ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അതേപോലെ ഉണക്ക മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്തിട്ട്, ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ കുറച്ചാണ് ഇപ്പോൾ എടുത്തത് ഓട്സ്. ആ ഓട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റ് കണ്ടിന്യൂ നമ്മളൊന്ന് വാട്ടിയെടുക്കണം. 2 മിനിറ്റെങ്കിലും മിനിമം നന്നായിട്ട് ഈ നെയ്യിൽ ഓട്സ് നന്നായിട്ട് പിടിച്ച് നല്ല ചൂടായിട്ട് വരണം. ഈ ഒരു 2 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓട്സ് ഏകദേശം നെയ്യിലൊക്കെ കിടന്ന് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 5 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ആവശ്യാനുസരണം പാൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ഓട്സിൻ്റെ എമൗണ്ടും പാലിൻ്റെ കണ്ടൻറ്റും നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം. ഇനി അത് നന്നായിട്ട് കുറുകി വരട്ടെ. നന്നായിട്ട് ഓട്സ് പാലിൽ കിടന്ന് വെന്ത് നല്ല കുറുകി വരണം. ഇതിന് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് പാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഏലക്കയാണ്. ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അതിൽ കിടന്ന് ഏലക്കയും പാലും ഓട്സും ഒക്കെ നന്നായിട്ട് പിടിച്ച് വരട്ടെ. അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര അല്ല ആഡ് ചെയ്യുന്നത്, ശർക്കര പാനിയാണ്. അത് നിങ്ങൾ മധുരം അനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ശർക്കര പാനി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കും. ഓൾമോസ്റ്റ് നമ്മുടെ പായസം സെറ്റായി കഴിഞ്ഞു. ഇനി ഫൈനൽ ആഡ് ചെയ്യേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് പായസം റെഡി ആയിട്ടോ. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം.
ഫൈനലി ഗായ്സ് നമ്മളുടെ ഹെൽത്തി പായസം റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റിസൾട്ടായിരിക്കും. ഭയങ്കര ടേസ്റ്റിയാണ്. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വഴുതന വെച്ചിട്ടൊരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 3 വഴുതനയാണ് എടുത്തത്. ഈ വഴുതന 2 വഴുതന മാത്രമേ ഞാൻ ഇപ്പോൾ കറക്കി എടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് മസാലയൊക്കെ അതിലേക്ക് പിടിപ്പിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, അതേപോലെ തന്നെ ഉപ്പ് കൂടെ ആഡ് ചെയ്താൽ നമ്മളുടെ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയായി. ഇനി ഇതിൽ നമ്മൾ ഓരോ വഴുതന ഇതിലിട്ടിട്ട് നന്നായിട്ട് അതിലേക്ക് ഈ മസാലയൊക്കെ പിടിപ്പിച്ച് വെക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം മാത്രമേ നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ മസാല പുരട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഈ ഓരോന്നായിട്ട് വഴുതന നമ്മൾ അതിലേക്ക് എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. വഴുതന രണ്ടാമത്തെ സെക്ഷനും കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തൈര്, നല്ല കട്ടി തൈര്, അത്യാവശ്യം വെള്ളമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കറിക്ക് ആവശ്യമുള്ള തൈര് നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് നിങ്ങൾ ഉപ്പുകൂടി ആഡ് ചെയ്യണം. ഈ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് കളയണം കേട്ടോ. സൂപ്പർ റെസിപ്പിയാണ്. പിന്നെ വഴുതന ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ചോറ് പോകുന്ന വഴി അറിയില്ല. അത്രയധികം ചോറ് തിന്നും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചു. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തു. ഇനി ഫൈനലി നമ്മൾ ചൂടാക്കി അതിലേക്ക് കടുക്, കറിവേപ്പില, അതേപോലെ തന്നെ ജീരകം, ചെറിയ ജീരകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ഓപ്ഷണലാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത ഓരോ പാകത്തിന് വഴുതനകൾ അതിലേക്ക് ഇട്ടിട്ട് നമ്മളുടെ തൈരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം വറവ്
കടുകിട്ട വറവ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മുടെ റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.